മുത്തശ്ശി ശാപം ഉപകാരം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ഇന്ത്യയുടെ കാര്യത്തിൽ യാഥാർത്ഥ്യമാവുകയാണോ? ഉക്രൈൻ സംഘർഷം, ട്രംപിന്റെ ഗ്രീൻലാൻഡ് അധിനിവേശം എന്നിവയുടെ പേരിൽ നാറ്റോയും യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമായി അകലുമ്പോൾ ഇന്ത്യക്കത് അവസരമായി മാറുകയാണോ? ഇന്ത്യയുമായി തെറ്റി വിലപേശൽ ശൈലി സ്വീകരിച്ച് അമേരിക്ക വ്യാപാര കരാറിന് വിസമ്മതിക്കുമ്പോൾ അവിടേക്ക് മാസ് എൻട്രി നടത്തുകയാണ് യൂറോപ്യൻ യൂണിയൻ. 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ യൂറോപ്യൻ യൂണിയൻ എന്നതുകൂടി നമ്മൾ ഓർക്കണം. അതായത് ഈ 27 രാജ്യങ്ങളുമായി ഇന്ത്യക്ക് സുഗമമായി വ്യാപാരം നടത്താം. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി അടക്കമുള്ള വമ്പൻ രാജ്യങ്ങളും ഈ പട്ടികയിലുണ്ട്. ഇന്ത്യക്കെതിരെ 25% താരിഫ് പ്രഖ്യാപിച്ച ട്രംപ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ അത് 50% ഉയർത്തി. ഇറാനുമായി സാമ്പത്തിക സഹകരണം ഉണ്ടാവുകയാണെങ്കിൽ അത് 75% വർദ്ധിപ്പിക്കുമെന്നും ഭീഷണിയുണ്ട്. 500% താരിഫ് വർധന, അതായത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുകയാണെങ്കിൽ താരിഫ് 500% വരെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ആരംഭിച്ച ചർച്ച ഏതാണ്ട് 1 വർഷവും 7 റൗണ്ടും പൂർത്തിയാകുമ്പോഴും എങ്ങുമെങ്ങും എത്തിയിട്ടില്ല. അമേരിക്കയുടെ കടുംപിടുത്തവും ട്രംപിന്റെ ധാർഷ്ട്യം ഇന്ത്യ അംഗീകരിക്കാത്തതുമാണ് കാരണം. അമേരിക്കൻ വിപണി ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് അപ്രാപ്യമാകുന്ന സാഹചര്യത്തിൽ ബദൽ മാർഗങ്ങൾ തേടുന്നതിന്റെ നടപടികളുടെ ഭാഗമായി ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായും വിവിധ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായും വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഇന്ത്യയുമായി നിർണായക വ്യാപാര കരാറിന് ഒരുങ്ങുകയാണ് യൂറോപ്യൻ യൂണിയൻ. വരുന്ന 27-ന് കരാർ യാഥാർത്ഥ്യമാകും. ഇക്കാര്യത്തിൽ ട്രംപിനെ ഞെട്ടിച്ച് ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്ന് പറഞ്ഞാലും തെറ്റില്ല. കരാറിന്റെ വിശദാംശങ്ങളെ കുറിച്ച് കാര്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും കാർഷിക മേഖലയിലെ പല ഇനങ്ങളും ഈ കരാറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. കാർഷിക മേഖലയിലെ വിവിധ നികുതി നിർദ്ദേശങ്ങളുടെ പേരിലാണ് രണ്ടു പക്ഷവും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നത്. യൂറോപ്യൻ നിർമ്മിത വൈൻ, മദ്യം, വാഹനങ്ങൾ, പ്രീമിയം ബ്രാൻഡഡ് ഭക്ഷ്യവസ്തുക്കൾ, ചീസ്, ചോക്ലേറ്റ് മുതലായവ നികുതി ഇളവുകളോടെ ഇന്ത്യൻ വിപണിയിലെത്തും. ഇന്ത്യയുടെ തൊഴിലധിഷ്ഠിത മേഖലകളായ ടെക്സ്റ്റൈൽസ്, ലെതർ, സമുദ്രോൽപ്പന്നങ്ങൾ, മാമ്പഴം, മുന്തിരി, വാഴപ്പഴം മുതലായ ഫലവർഗ്ഗങ്ങൾക്കും യൂറോപ്യൻ വിപണി ലഭ്യമാകും. സേവന മേഖല, നിക്ഷേപം, ഡിജിറ്റൽ മേഖല എന്നിവയിലും വ്യാപാര കരാർ പ്രതിഫലിക്കും. ഇന്ത്യൻ തുണിത്തരങ്ങൾ, പാദരക്ഷ, ആഭരണങ്ങൾ മുതലായവയ്ക്ക് 16% വരെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചുമത്തുന്ന നികുതി. പുതിയ കരാറോടെ ഇതിൽ വലിയ വെട്ടിക്കുറവുണ്ടാകും. IT മേഖലയിലടക്കം പ്രൊഫഷണലുകൾക്ക് വിസ നടപടികൾ ലഘൂകരിക്കുന്നതിലൂടെ മനുഷ്യവിഭവത്തിലും ഇന്ത്യക്ക് നേട്ടമുണ്ടാകും. കരാർ സംബന്ധിച്ചുള്ള നിർണായക പ്രഖ്യാപനം ഡാവോസിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഊർസുല വാൻ ഡെർ ലീൻ ആണ് നടത്തിയത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ചരിത്രപരമായ ഒരു കരാറിന്റെ വക്കിലാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിന് ശേഷം അടുത്തയാഴ്ച ഞാൻ ഇന്ത്യയിലേക്ക് പോകും. അവിടെ ഈ കരാർ യാഥാർത്ഥ്യമാകും. ചില നിർണായക കാര്യങ്ങളിൽ ഇനിയും ചില ജോലികൾ പൂർത്തിയാക്കാനുണ്ട്. എന്നിരുന്നാലും കരാർ യാഥാർത്ഥ്യമാക്കുക തന്നെയാണ് തന്റെ ലക്ഷ്യമെന്നും ഊർസുല പറഞ്ഞു. ചിലർ ഇതിനെ എല്ലാ കരാറുകളുടെയും മാതാവെന്ന് വിശേഷിപ്പിക്കും. കരാർ യാഥാർത്ഥ്യമായാൽ ഇന്ത്യയിലെയും യൂറോപ്പിലെയും 200 കോടി വരുന്ന ജനസമൂഹം ഉൾക്കൊള്ളുന്ന വലിയ ഒരു വിപണിയും യാഥാർത്ഥ്യമാകും. ലോക ആഭ്യന്തര ഉൽപാദനത്തിന്റെ 1/4 വരും ഇത്. ലോകത്ത് അനുദിനം വികസിക്കുന്ന വിപണിയിൽ യൂറോപ്യൻ കമ്പനികൾക്ക് ഇടപെടാനാകുമെന്നും ഊർസുല പറയുന്നു. ആഗോള രാഷ്ട്രീയം കലങ്ങിമറിയുന്നതിനിടയിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും നിർണായകമായ ഒരു വ്യാപാര കരാറിലേക്ക് പോകുമ്പോൾ അത് അമേരിക്കയ്ക്കും പ്രത്യേകിച്ച് പ്രസിഡന്റ് ട്രംപിനും നൽകുന്ന സന്ദേശം ചെറുതൊന്നുമല്ല. 2004 മുതലാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ സുദൃഢമായ ബന്ധം തുടങ്ങിയത്. 2007 മുതൽ നിർണായകമായ ഒരു വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിവെച്ചെങ്കിലും അത് ഏറിയും കുറഞ്ഞും ആണ് മുമ്പോട്ട് പോയത്. 2022 ചർച്ചകൾ പുനരാരംഭിച്ചെങ്കിലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകളും, പ്രത്യേകിച്ച് അമേരിക്ക ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിച്ചത്. യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നിർണായക നീക്കമുണ്ടായത് ഇന്ത്യയെ സംബന്ധിച്ച് നയതന്ത്രപരമായി വലിയ നേട്ടമാണ്. പുതിയ കരാർ ആഗോള വാണിജ്യത്തിനെയും സപ്ലൈ ചെയിനുകളെയും പുനഃക്രമീകരിക്കുന്നതായിരിക്കും. ചുങ്കത്തിനും ഉപരിയായി മാന്യമായ വ്യാപാരം, ഒറ്റപ്പെടലിനേക്കാൾ പങ്കാളിത്തത്തിൽ വർത്തിക്കുക, ചൂഷണത്തെക്കാൾ നിലനിൽപ്പ് എന്ന യൂറോപ്യൻ യൂണിയന്റെ വിശാലമായ ലക്ഷ്യങ്ങളിൽ അധിഷ്ഠിതമാണ് പുതിയ കരാർ എന്നാണ് യൂറോപ്യൻ യൂണിയൻ അധ്യക്ഷ വിശദീകരിക്കുന്നത്. ലോകത്തെ വളർന്നുവരുന്ന സാമ്പത്തിക ശക്തികളുമായി സഖ്യം സ്ഥാപിക്കുന്നതിലൂടെ സാമ്പത്തിക രംഗത്തെ വൻ നഷ്ടസാധ്യതകൾ ഇല്ലാതാക്കാനും
വിതരണ ശൃംഖലകളിൽ വൈവിധ്യവൽക്കരണം സാധ്യമാക്കുന്നതിനും യൂറോപ്യൻ യൂണിയൻ ബാധ്യസ്ഥമാണെന്നും ഉർസുല പറയുന്നു. ടെക്നോളജി, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ഫാർമസ്യൂട്ടിക്കൽ, തന്ത്രപരമായ അസംസ്കൃത വസ്തുക്കൾ എന്നിവയ്ക്ക് പരിമിതമായ വിതരണ ശൃംഖലകളെ ആശ്രയിക്കുന്നതിന് പകരം ഇക്കാര്യത്തിൽ വൈവിധ്യവൽക്കരണം നടപ്പിലാക്കുക എന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ മർമ്മസ്ഥാനത്താണ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയെ കാണുന്നത്. ഇൻഡോ പസഫിക് മേഖല ഈ നൂറ്റാണ്ടിന്റെ സാമ്പത്തിക ഊർജ്ജ സ്രോതസ്സാകുമെന്നാണ് യൂറോപ്പിന്റെ വിലയിരുത്തൽ. ലാറ്റിൻ അമേരിക്ക മുതൽ ഇൻഡോ പസഫിക് വരെയും അതിനുപരിയായും ഉള്ള വികസിത കേന്ദ്രങ്ങളുമായി ബിസിനസ് നടത്താനാണ് യൂറോപ്പ് ആഗ്രഹിക്കുന്നതെന്നും യൂറോപ്യൻ യൂണിയൻ അധ്യക്ഷ വിശദീകരിക്കുന്നു. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന വിശദീകരണ പ്രകാരം ഈ മാസം 25 മുതൽ 27 വരെ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ അധ്യക്ഷ ഉർസുലയായിരിക്കും മുഖ്യാതിഥിയായി പങ്കെടുക്കുക. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. ഈ കൂടിക്കാഴ്ചയിലായിരിക്കും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ധാരണ ഉണ്ടാവുക. യൂറോപ്പിൽ നിന്നും വ്യാപാര പ്രതിനിധി സംഘവും എത്തുന്നുണ്ട്. അവരും വിവിധ കൂടിക്കാഴ്ചകളിൽ പങ്കെടുക്കും. അപ്പോഴും വ്യാപാര കരാർ സംബന്ധിച്ച് ചില നിർണായക കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം തുടരുന്നു എന്ന് തന്നെയാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ടത്. എന്നിരുന്നാലും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ പ്രത്യേക താല്പര്യമെടുക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്.